വിജയിക്കുമെന്ന് പറയുന്നത് നുണയല്ല. കാലങ്ങൾ ഈ സംഭവം നടന്നിട്ട് ഏകദേശം 14 വർഷങ്ങളായി. ഈ സംഭവം നടന്നിട്ട് ഏകദേശം 14 വർഷങ്ങളായി. അന്ന് ഞങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 5000, ഒരാഴ്ചയിൽ 8000. പക്ഷെ ഈ 14 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞങ്ങളോട് ചലഞ്ച് ചെയ്തിട്ട് പോയ വ്യക്തി, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു ആഴ്ചയിൽ 20 ലക്ഷം സമ്പാദിക്കുമെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ വാഴത്തോട്ടത്തിൽ പണിയെടുക്കുക. എനിക്കിത് പറയാൻ വിഷമമുണ്ട്, കാരണം ഒരു കാലത്ത് ഞങ്ങളുടെ ലീഡർ ആയിരുന്നു. ഇന്ന് വാഴത്തോട്ടം ഇത് പാട്ടത്തിനെടുത്തിട്ട് വാഴ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ കമ്പനിയിൽ പോയി കുറച്ച് കാശ് സമ്പാദിച്ചു. നിങ്ങൾക്കറിയാലോ, മണി ചെയിൻ കമ്പനികൾക്ക് അധിക കാലമില്ല. അത് മഴക്കാലത്ത് വരുന്ന കൂണ് പോലെയും ഈയാമ്പാറ്റ പോലെയാണ്. നമുക്ക് ഒരുപാട് ഉള്ള പോലെ തോന്നും, പക്ഷെ അതേ ദിവസം നമുക്കത് കാണാനായിട്ട് കഴിയില്ല. അതൊരു മണി ചെയിൻ കമ്പനി ആയിരുന്നു. ആ ബിസിനസ്സിൽ ഏകദേശം 18 കോടി രൂപയോളം അദ്ദേഹം കളക്ട് ചെയ്ത് കൊടുത്തു. 18 കോടി രൂപ കളക്ട് ചെയ്ത് കൊടുത്തു. അത് കേസായി. അവസാനം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ സ്വത്ത് വിറ്റിട്ട് 4 കോടി രൂപയോളം അദ്ദേഹം സെറ്റിൽ ചെയ്തു. അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണ് അദ്ദേഹം ആ കേസ് ഒന്ന് തീർത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മണി ചെയിൻ ബിസിനസിനെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ. കാരണം എല്ലാവരും കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുകയാണ്. 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 30 ലക്ഷം. ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടോ? എന്തെങ്കിലും റിസ്ക് ഉണ്ടോ നമുക്കിവിടെ? ഒരു റിസ്ക്കും ഇല്ലല്ലോ. 10,000 രൂപ ഒരാൾ തന്നു, 10,000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുത്തു, പ്രശ്നം കഴിഞ്ഞു. പക്ഷെ പല തെറ്റായിട്ടുള്ള ബിസിനസ്സുകളിലും അതല്ല. 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ച് സ്വത്ത് വിറ്റിട്ടാണ് അദ്ദേഹം സെറ്റിൽ ചെയ്തത്. അവസാനം സ്വത്ത് മുഴുവൻ പോയി വേറൊരു കമ്പനിയിലേക്ക് ചാടി. ആ കമ്പനിയിലും ഇത് തന്നെ അവസ്ഥ. ആ കമ്പനി പൂട്ടി വേറൊരു മണി ചെയിൻ കമ്പനിക്ക് പോയി. അങ്ങനെ 10ഓളം മണി ചെയിൻ കമ്പനികൾ അദ്ദേഹം ചെയ്തു. പക്ഷെ അവസാനം പറഞ്ഞത് എന്താ അറിയോ? ഒരു കല്യാണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിനെ കാണാനിടയായി. അദ്ദേഹം ഞങ്ങളെ കണ്ടാൽ ഓടി ഒളിക്കാറുള്ളത്, എവിടെ കാണുമ്പോഴും ഓടി ഒളിക്കാറുണ്ട്. അപ്പൊ ഒരു കല്യാണ വീട്ടിൽ പെട്ടെന്ന് മുമ്പിൽ എത്തിപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ മനോജെ? 10-13 കമ്പനികൾ ഞാൻ ഈ 14 വർഷങ്ങൾ കൊണ്ട് ചെയ്തു. പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ പോലൊരു കമ്പനി ഈ 14ലും എനിക്ക് കാണാൻ പറ്റിയില്ലടോ എന്നാ പറഞ്ഞത്. നിങ്ങൾ പറ, അന്ന് ചത്താലും ഇവിടെ നിൽക്കുമെന്ന് തീരുമാനമെടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇന്ന് എന്റെ കുടുംബത്തിലേക്ക് ഒരു മാസം വരുന്ന വരുമാനം 50 ലക്ഷം രൂപയിൽ കൂടുതലാണ് ബൈനാൻഷ്യൽ മാർക്കറ്റിംഗ് ബിസിനസ്സിലൂടെ. എന്റെ സഹോദരൻ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഡോക്ടർ മോഹനൻ, എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ, വേറൊരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ. ആലോചിച്ച് നോക്കി. അന്ന് 5000 രൂപ വരുമാനം ഉള്ളപ്പോഴാണ് കോടികൾ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഓഫർ വന്നത്. വിശ്വസിച്ച് പോയിരുന്നെങ്കിലോ? അദ്ദേഹം വാഴത്തോട്ടത്തിന്റെ മുതലാളിയും ഞാൻ വാഴത്തോട്ടത്തിന് വളമിടുന്ന ആളായും മാറിയനെ. അത്രയല്ലേ ആവാൻ പറ്റൂ. പക്ഷെ ഇന്ന് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ബിസിനസിനെ വിശ്വസിച്ച് നിന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? നിങ്ങൾ പറ. ഡിയർ ഫ്രണ്ട്സ്, എന്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ്, ഇതുപോലൊരു കമ്പനി, ഇതുപോലൊരു ബിസിനസ്, ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി, ഇതുപോലൊരു സിസ്റ്റം, ഇതുപോലൊരു സർക്കംസ്റ്റാൻസ്, നമുക്കൊരു സിറ്റുവേഷൻ നോക്കിയേ. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് തെളിഞ്ഞു വന്ന് നിൽക്കുകയല്ലേ ഇപ്പോ. ഇത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത് വരുന്ന തലമുറയോട് നമ്മൾ മറുപടി പറയണ്ടേ? ഇത്രയും നല്ലൊരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ട് അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇനി വരുന്ന തലമുറയോട് നമ്മൾ മറുപടി പറയണ്ടേ? നമ്മൾ പാഴാക്കുന്ന ഓരോ മിനിറ്റും അടുത്ത തലമുറയിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാവണം. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറാവണം. നമുക്കിത് റെസ്റ്റ് എടുക്കാനുള്ള സമയമേ അല്ല. ഇന്ന് ഞങ്ങൾ ആരും റെസ്റ്റ് എടുക്കാറില്ല. ഇന്ന് ശൈലേഷ് സാർ എവിടെയാ? ഹൈദരാബാദാണ്. അറിയോ നിങ്ങൾക്ക്? ശൈലേഷ് സാർ ഹൈദരാബാദിൽ ഇരുന്നുകൊണ്ടാണ് ഈ മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത്. സാറ് എന്താണ് ആവശ്യം? എന്തായാലും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരേക്കാൾ 1 രൂപ കൂടുതൽ ശൈലേഷ് സാർ സമ്പാദിച്ചിട്ടില്ലേ? നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലിരിക്കുന്നു, ശൈലേഷ് സാർ ഹൈദരാബാദ്. കാരണം മൈലേജ് സ്റ്റൈലിലെ ലീഡേഴ്സ് എല്ലാവരും കഠിനാധ്വാനികളാണ്. കാരണം എന്താണെന്ന് അറിയോ? ഇതുപോലെ ഒരെണ്ണം ഇനി ജീവിതത്തിൽ വേറെ ഉണ്ടാവില്ല സിറ്റുവേഷൻ. ഇതുപോലൊരു അവസരം ജീവിതത്തിൽ വേറെ കിട്ടില്ല. ഇന്ന് ഒരു മാസത്തിൽ 25 ദിവസം ഫീൽഡിൽ പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ.
കാരണം ടീമിൽ ഒരുപാട് അച്ചീവേഴ്സിനെ ഉണ്ടാക്കണം, ഒരുപാട് അച്ചീവ്മെന്റ് കൊണ്ടുവരണം. ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഇനി ലൈഫിൽ വരില്ല. ക്ഷമയാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഫാസ്റ്റായിട്ട് ചെയ്യുക, പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ക്ഷമയോടുകൂടി ചെയ്യാം. എല്ലാ മീറ്റിംഗ് ട്രെയിനിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു ഫാമിലി പ്രോഗ്രാം വരുന്നുണ്ട് ഏപ്രിൽ മാസം 27-ാം തീയതി. എല്ലാവർക്കും അറിയില്ലേ? മൈലക്ഷ്മി മാർക്കറ്റിംഗ് ബിസിനസ് ഒരു ഫാമിലി ബിസിനസ് ആണ്, ഫാമിലി ആയിട്ട് തന്നെ ചെയ്യേണ്ട ബിസിനസ് ആണ്. അതിന് നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ് ശൈലേഷ് സാർ. അതുകൊണ്ട് തന്നെ എൻ്റെയർ നിങ്ങളുടെ ടീമിന് എന്റെ വകയായിട്ടുള്ള ഒരു ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി ഈ നിമിഷത്തിൽ അറിയിക്കുന്നു. ഇത്രയും നല്ലൊരു ശ്രമം നിങ്ങൾ നടത്തിയതിന്. കാരണം പല സ്ഥലത്തും ഇതുപോലുള്ള ശ്രമങ്ങൾ കാണാറില്ല. നല്ലൊരു ശ്രമമാണ് ഇതുപോലൊരു ഫാമിലി മീറ്റ് എന്നുള്ളത്. അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആറ്റം ബോംബാണ്, മൈലക്ഷ്മി മാർക്കറ്റിംഗ് കമ്പനിയിലെ ആറ്റം ബോംബാണ് ഞങ്ങൾ പറയാറുള്ളത്. മൈലക്ഷ്മി മാർക്കറ്റിംഗ് കമ്പനിയിലെ ആറ്റം ബോംബാണ് നിങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പ്രോഗ്രാമിന് വരുന്നത്. അപ്പൊ അതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയെടുക്കുക. ഞങ്ങളൊക്കെ ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അനൂപ് സാറും അനീഷ് സാറൊക്കെ. അതുപോലെയുള്ള ലീഡേഴ്സ് ഒക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് പരമാവധി നിങ്ങൾ പാർട്ടിസിപ്പൻസിനെ ഇരുത്തുക. ആ പ്രോഗ്രാം ഒരുപാട് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി ശ്രമിക്കുക. ഇതുപോലെയുള്ള ഇവന്റുകൾ പരമാവധി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇരുത്തുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരിക. നോക്കൂ, ഡിസിഷനാണ് നമ്മളെ ആരാക്കും എന്നുള്ളത് തീരുമാനിക്കുക. നിങ്ങളുടെ സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ള ദുഃഖങ്ങളോ സന്തോഷങ്ങളോ അല്ല, ഡിസിഷനാണ് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുക. ആ ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ എടുത്ത ഡിസിഷൻ എന്താ അറിയോ? ചത്താലും ജീവിച്ചാലും മൈലക്ഷ്മി മാർക്കറ്റിംഗ് ബിസിനസ്സേ ചെയ്യൂ. എടുത്തൊരു തീരുമാനം. ഇപ്പൊ എടുത്തതല്ല, കോടികൾ കിട്ടിയപ്പോ എടുത്തതല്ല, ഡിസ്ട്രിബ്യൂട്ടറായ അന്നെടുത്ത തീരുമാനമാണ്. ചത്താലും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യും, ജീവനോടുള്ള കാലം മുഴുവൻ ഈ ബിസിനസ്സേ ഞങ്ങൾ ചെയ്യും. എടുത്ത തീരുമാനമാണ്. രണ്ടാമത്, വന്ന ആൾക്കാർക്ക് സേവനം ചെയ്യാം. സർവീസ് എന്ന് പോലും പറയാൻ പാടില്ല, മലയാളം പറഞ്ഞാൽ മതി. സേവനം, ആ വാക്കിനാണ് ഏറ്റവും കൂടുതൽ പവർ. നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സേവനം ചെയ്യാം. നമ്മളുടെ അടിമയല്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ, നമ്മുടെ ദൈവമാണെന്ന് കാണാം. പല ആൾക്കാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അടിമയാണെന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. അടിമയല്ല, ദൈവമാണ്, നമ്മളെ സംരക്ഷിക്കാൻ വന്ന ദൈവം. അതുപോലെ തന്നെ കാണണം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ. അപ്ലൈൻ ലീഡർ എന്താണോ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുക. അപ്ലൈനേക്കാൾ നല്ലൊരു ദൈവം വേറെ ഇല്ലെന്നേ ഞാൻ പറയൂ. എങ്ങനെയുള്ള അപ്ലൈൻ? ആത്മാർത്ഥമായി മൈ ലൈഫ് സ്റ്റൈൽ മാത്രമാണ് എന്റെ ജീവിതം എന്ന് തീരുമാനിച്ച ആളാണ് അപ്ലൈൻ. അതായിരിക്കണം യഥാർത്ഥ അപ്ലൈൻ. എല്ലാവരെയും അപ്ലൈൻ ആക്കാൻ പറ്റുമോ? ഇല്ല. പൊസിഷൻ കൊണ്ട് എല്ലാവരും അപ്ലൈൻ ആവാൻ പറ്റുമോ? ഇല്ല. ആരായിരിക്കണം യഥാർത്ഥ അപ്ലൈൻ? മൈ ലൈഫ് മാർക്കറ്റിംഗ് ബിസിനസ് ആണ് എന്റെ ജീവിതം എന്ന് തീരുമാനമെടുത്ത ആളായിരിക്കണം അപ്ലൈൻ. മൈ ലൈഫ് ബിസിനസ് അല്ലാതെ എനിക്ക് വേറൊരു ജീവിതം ഇല്ലെന്ന് തീരുമാനിച്ച ആളായിരിക്കണം യഥാർത്ഥ അപ്ലൈൻ. അങ്ങനെയുള്ള അപ്ലൈൻ ദൈവത്തിനേക്കാൾ വലിയൊരു സ്ഥാനം അവർക്ക് കൊടുക്കണം. അപ്ലൈൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുക. ഇത്രയും ചെയ്താൽ മതി, ഇത്രയും ചെയ്താൽ മതി. അതിനുശേഷം ക്ഷമയോടുകൂടി ബിസിനസ് ചെയ്യാം. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഒരു വലിയ കോടീശ്വരനായിട്ടുള്ള ഒരു അച്ഛൻ, ഒരുപാട് ബിസിനസ് സാമ്രാജ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോ വയസ്സായ സാഹചര്യം വന്ന സമയത്ത് തന്റെ മക്കൾക്ക് ഈ ബിസിനസ് സാമ്രാജ്യം കയ്യിൽ കൊടുക്കാൻ വേണ്ടി ആ അച്ഛൻ തീരുമാനിച്ചിട്ട് മക്കളെല്ലാം വിളിച്ചിരുത്തി അദ്ദേഹം പറയാണ്, അതായത് ഇനി വരുന്ന കാലത്ത് നമ്മുടെ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾ വേണം നടത്താനായിട്ട്. അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ ഹിമാലയം പോലെയുള്ള വലിയൊരു പർവ്വതത്തിലെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞുവിടുകയാണ്. അപ്പൊ ആദ്യം മൂത്ത മോനെ അദ്ദേഹം പറഞ്ഞു വിട്ടത് ഒരു വെയിൽ കാലത്തായിരുന്നു. അപ്പൊ ആ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ ഒരു പാറയുണ്ട്. അതിന്റെ മുകളിൽ നിന്നിട്ട് അരമണിക്കൂർ വീക്ഷിച്ച ശേഷം നീ തിരിച്ചു വരണമെന്നാണ് മകനോട് പറഞ്ഞത്. അപ്പൊ മകൻ അതുപോലെയുള്ള വലിയ പർവ്വതത്തിൽ പോയി. അവിടെ പോയ സമയത്ത് എല്ലാ മരങ്ങളും ഇലയൊക്കെ പൊഴിച്ച് ഉണങ്ങി വാടി നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞ വലിയ പാറയുടെ അടുത്ത് നോക്കിയപ്പോ അവിടെ ഒരു മരം അങ്ങനെ ഉണങ്ങാറായിട്ട് നിൽക്കുന്നത് കണ്ട് ആ മകൻ തിരിച്ചു വന്നു. രണ്ടാമത്തെ മകനെ 4 മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ മകനെ അദ്ദേഹം അയക്കുകയാണ് അവിടേക്ക്.
അയക്കുന്ന സമയത്ത് നല്ല മഴക്കാലമാണ് അവിടെ. മഴ പെയ്ത് ശരത്കാലം വന്ന് നമ്മുടെ ഓണം പോലെയുള്ള സിറ്റുവേഷൻ, എല്ലാ മരങ്ങളും പൂത്തൊലിക്കുന്ന സമയം. ആ സമയത്ത് പോകുന്ന സമയത്ത് എവിടെ നോക്കിയാലും പച്ച പരവതാനി വിരിച്ച പോലെയുള്ള സിറ്റുവേഷൻ, എല്ലാ മരങ്ങളിലും പൂ. ഈ പാറയിൽ നിന്ന് വീക്ഷിച്ച സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത് ആ പാറയ്ക്ക് തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു മരം നിറയെ ഇലകളും പൂക്കളുമായിട്ട് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള മരം അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. മൂന്നാമത്തെ മകൻ 4 മാസങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ മോനെ അദ്ദേഹം തിരിച്ചയച്ചു അതേ സ്ഥലത്തേക്ക്. അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഈ എല്ലാ മരങ്ങളിലും പൂത്ത മരങ്ങളൊക്കെ കായ്ഫലം തന്നിട്ട് പഴങ്ങളോടുകൂടി നിൽക്കുന്ന കാഴ്ച. ആ മകൻ അവിടെ അരമണിക്കൂർ നിന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന മരം മുഴുവൻ പഴങ്ങളായിരുന്നു. അദ്ദേഹം ആ മരത്തുനിന്ന് പഴങ്ങളൊക്കെ പറിച്ച് കുറെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോ അച്ഛൻ മൂത്ത മോനോട്, ഇവര് 3 പേര് ഇരുത്തിയിട്ട് മൂത്ത മോനോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയപ്പോ താൻ എന്ത് കണ്ടു? അപ്പോ മൂത്ത മകൻ പറഞ്ഞു, അച്ഛാ, ഞാൻ പോയ സമയത്ത് അവിടെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. ഇത്രയും ഒരു മോശം സ്ഥലം എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒരു പച്ച ഇല പോലും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. എല്ലാം വാടിക്കരിഞ്ഞ് ആ മല പ്രദേശത്ത്, നമുക്കറിയാലോ ചെറിയ കുന്നോ മലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ നിൽക്കുന്ന ഒരു അവസ്ഥ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അച്ഛാ, ഞാൻ തിരിച്ചു പോകുന്നു. രണ്ടാമത്തെ മോനോട് ചോദിച്ചു, താൻ എന്ത് കണ്ടു? അപ്പൊ അവൻ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞത് നുണയാണ് അച്ഛാ, ഞാൻ കണ്ടത് അതല്ല. ഞാൻ കണ്ടത് എല്ലാ ഭാഗത്തും പച്ച പരവതാനി വിരിച്ചു നിൽക്കുന്നു, എല്ലാ ചെടികളിലും പൂവും മൊട്ടുകളും നിൽക്കുന്നു. ഞാൻ നിന്ന പാറയുടെ തൊട്ടടുത്തുള്ള ഒരു മരം മുഴുവൻ പൂക്കൾ വിരിയാനായിട്ട് തയ്യാറായി നിൽക്കുന്നതാണ് അച്ഛാ ഞാൻ കണ്ടത്. അപ്പൊ മൂത്ത മോന് ദേഷ്യം വന്നു, നീ കള്ളം പറയുന്നു, ഞാൻ കണ്ട സ്ഥലം അങ്ങനെയല്ല. അപ്പൊ രണ്ടാമത്തെ മോൻ ചേട്ടനോട് വഴക്ക് കൂടുന്നു, ഞാൻ കണ്ട സ്ഥലം അതാണെന്ന്. അപ്പൊ അച്ഛൻ വഴക്ക് നിർത്തിയിട്ട് മൂന്നാമത്തെ മോനോട് ചോദിച്ചു, താൻ കണ്ടത് എന്താണ്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കണ്ടത്, ഞാൻ പാറയിൽ കയറി നിൽക്കുന്ന സമയത്ത് ആ മരങ്ങൾ മുഴുവൻ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പഴങ്ങളായിരുന്നു. ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള പഴങ്ങൾ അച്ഛാ എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അച്ഛൻ എന്നെ അയച്ച സ്ഥലം. അപ്പൊ അവസാനം ഈ ചേട്ടനനിയന്മാര് തമ്മിൽ വഴക്കായി. മൂത്ത ചേഷ്ടൻ പറഞ്ഞു, ഒരു ഇല പോലും ഇല്ലാത്ത മരത്തിൽ നിനക്ക് എങ്ങനെ പഴങ്ങൾ കാണാൻ പറ്റി? നീ പറയുന്നത് നുണയാണ്. അപ്പൊ ഈ 3 പേരും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ് നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഈ ബിസിനസ് ഞാൻ തരാൻ പോവാണ്. തരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ കാണുന്നത് ഒരു ഇല പോലും ഇല്ലാത്ത മരമായിട്ടോ, ഒരുപാട് പച്ചപ്പരവതാനി വിരിച്ചും പൂവും മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന മരമായിട്ടോ, അല്ലെങ്കിൽ ഫലമായിട്ടുള്ള മരമായിട്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും 1 വർഷം കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് വേണം. കാരണം ഇത്രയും കാലം ഒരു മരം ഉണങ്ങി നിൽക്കുന്ന മരമാണെങ്കിൽ അതിൽ ഫലം ഉണ്ടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തൊഴിൽ ചെയ്താലും രക്ഷപ്പെടാൻ പറ്റൂ മക്കളെ എന്ന് പറയുന്ന ഒരു സ്റ്റോറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ കാണുന്ന മൈ ലൈഫ് മാർക്കറ്റിംഗ് ബിസിനസ് ഉണങ്ങിക്കരിഞ്ഞ് വാടി നിൽക്കുന്ന മരമാണോ എനിക്കറിയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വേനൽക്കാലത്ത് കരിഞ്ഞു നിൽക്കുന്ന ചെടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശരത്കാലം വരും, മഞ്ഞുകാലം വരും, മഴക്കാലം വരും, ഈ മരത്തിലും തളിരുകൾ വരും, ഈ മരത്തിലും പൂമുട്ടുകൾ വരും, ഈ മരത്തിലും നിറയെ പഴങ്ങൾ ഉണ്ടാവും. ഈ ലോകത്തിൽ ഏറ്റവും മധുരമുള്ള പഴങ്ങൾ കായ്ക്കുന്ന മരമായി നിങ്ങളുടെ മൈ ലൈഫ് മാർക്കറ്റിംഗ് മരം മാറും. അതുവരെ ക്ഷമ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സ്